അപ്പോൾ നമ്മളിന്ന് കോമ്പിനേഷൻസ് ആണ് നോക്കാം. മുമ്പത്തെ ക്ലാസ്സിൽ കോമ്മ്യൂട്ടേഷൻസ് ആയിരുന്നു. കോമ്മ്യൂട്ടേഷൻ്റെ ബാക്കിയാണ് കോമ്പിനേഷൻ. സെപ്പറേറ്റ് ടോപ്പിക്കാണ്, എന്നാലും ചെറുതായിട്ട് കണക്റ്റഡ് ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ടിങ് മാറ്റർ വേർ ഓർഡർ ഡസ് നോട്ട് മാറ്റർ. എന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷനിൽ ഒരു ഓർഡറിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അല്ലേ. എ ബി എന്ന് പറഞ്ഞാലും ഡി എ എന്ന് പറഞ്ഞാലും ഈക്വൽ അല്ലായിരുന്നു ഏതില്, നമ്മുടെ പെർമ്യൂട്ടേഷനിൽ. പക്ഷെ കോമ്പിനേഷനിൽ അങ്ങനെയല്ല. എ ബിയും ബി എയും ഈക്വൽ, മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. സെലക്ടിങ് 3 people ഫോർ എ കമ്മിറ്റി. ഫോർ എക്സാമ്പിൾ ആണ്, രാം പ്രിയ സീത അവരെ സെലക്ട് ചെയ്യാൻ. അതിപ്പം പ്രിയ രാം സീത എന്ന് പറഞ്ഞാലും സെയിം ആണ്, മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. അതിനാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. Let the A, B, C taken 2 at a time. Combinations are A, B, A, C, B, C. Only 3, not 6. കാരണം പെർമ്യൂട്ടേഷനിൽ 3 ലെറ്റേഴ്സ് എടുക്കുകയാണ്. 3 ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ 2 മറ്റേ ടൈം എടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു, എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടായിരുന്നു? 6 പെർമ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ അല്ലേ? 3P2 എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുക. അപ്പോൾ 6 കിട്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എ ബി എ സി ബി സി മാത്രമേ ഉള്ളൂ. മറ്റേതിൽ ബി എ ഉണ്ടായിരുന്നു, സി എ ഉണ്ടായിരുന്നു, സി ബി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും, ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓർഡർ ഇമ്പോർട്ടൻ്റേ അല്ല. ഇതിൽ പെട്ടെന്ന് കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും കണ്ട വ്യത്യാസം മനസ്സിലാവാൻ, ഇഫ് ദ ക്വസ്റ്റ്യൻ സേസ് സെലക്ട്, ചൂസ്, പിക്ക് ഓർ വോട്ട് ഫോർ ആൻഡ് ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, യൂസ് കോമ്പിനേഷൻ. ഇങ്ങനത്തെ കീവേഡ്സ് ആണ് പറയുന്നതെങ്കിൽ എന്താണ്, കോമ്പിനേഷൻ ആണ്. സെലക്ട്, ചൂസ്, പിക്ക്, വോട്ട് ഫോർ അങ്ങനെയൊക്കെയാണ് പറയുക. അതിന് കോമ്പിനേഷൻ എന്നാണ് പറയുക. ഈ ഡിഫറൻസ് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. വാട്ട് ഇറ്റ് ഡസ്, കോമ്പിനേഷൻ ഓൺലി സെലക്ഷൻ ഈസ് മെയ്ഡ്. സെലക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പെർമ്യൂട്ടേഷനിൽ സെലക്ഷനും ചെയ്യുന്നുണ്ട്, അത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ഡസ് ഓർഡർ മാറ്റർ, രണ്ടാമത്തെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, കോമ്പിനേഷനിൽ അല്ല. അതാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പെർമ്യൂട്ടേഷനിലോ യെസ്, ഓർഡർ ഈസ് എസെൻഷ്യൽ, ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എക്സാമ്പിൾ നോക്കാം. എ ബി ആൻഡ് ബി എ സെയിം ആണ്, മാറ്റങ്ങളൊന്നുമില്ല എന്തില്, കോമ്പിനേഷൻ. പക്ഷെ എ ബി ബി എ ഡിഫറെൻ്റ് ആണ് എന്തില്, പെർമ്യൂട്ടേഷൻ. രണ്ടും ഡിഫറെൻ്റ് ആണ്. കീവേഡ്സ് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവാൻ, സെലക്ട്, ചൂസ്, പിക്ക്, വോട്ട് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഏതാ ചെയ്യുക, കോമ്പിനേഷൻ ചെയ്യുക. അറേഞ്ച്, ഓർഡർ, ക്യൂസ്, റാങ്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പെർമ്യൂട്ടേഷനാണ് ചെയ്യുക. ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. കോമ്പിനേഷനിൽ NCR is equal to n factorial divided by n minus r factorial. ഇത്രയും പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ. അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഇൻറ്റു ആർ ഫാക്ടോറിയൽ ഈ സാധനം കൂടി ആഡ് ആകുമ്പോൾ എന്തായി, ആർ ഫാക്ടോറിയലും കൂടി ആഡ് ആകുമ്പോൾ അതിന് പറയാം കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, NPR is equal to n factorial by n minus r. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഓരോന്നും എന്താ നോക്കുക. n എന്ന് പറഞ്ഞാൽ സെയിം ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര ഐറ്റംസ് ഉണ്ട് അതിനാണ് n എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് യു ആർ സെലക്ടിങ് അറ്റ് എ ടൈം. ഇതും പെർമ്യൂട്ടേഷൻ പോലെ തന്നെ. ഫാക്ടോറിയൽ നമുക്കറിയാം. ഇതിൽ സ്പെഷ്യൽ റൂൾസ് ഉണ്ട്. NCN എന്ന് പറഞ്ഞാൽ 1 ആണ്. NCN 1 ആണ്. NC0യും 1 ആണ്. NC1 എന്ന് പറഞ്ഞാൽ n ആണ്. ഇത് മൂന്നും മാത്രം ഒന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. NCN ഈക്വൽ ടു 1 ആണ്. NC0 ഈക്വൽ ടു 1 ആണ്. NC1 എന്ന് പറഞ്ഞാൽ n ആണ്. ഇത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. സെലക്ട് 2 letters ഫ്രം A, B, C, D, E. എത്ര കോമ്പിനേഷൻ ഉണ്ട് എന്നാണ് ചോദ്യം. സെലക്ട് എന്നല്ലേ ചോദ്യം, അപ്പോൾ അത് കോമ്പിനേഷൻ ആണല്ലോ കാണണ്ടേ. 2 letters ഫ്രം A, B, C, D. അപ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ടോട്ടൽ? 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 5C2 എന്നാണ് ചെയ്യുക. 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് സോൾവ് ചെയ്താൽ 10 ആണ് കിട്ടുക.
ഫാക്ടോറിയൽ സോൾവ് ചെയ്യാൻ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 5 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1, അതായത് 6. ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1, അതായത് 2. അപ്പോൾ അതാണ് 120 ബൈ 6 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 120 ബൈ 12. ടോട്ടൽ 10 കോമ്പിനേഷൻസ് ഉണ്ടാവും. എ ബി സി ഡി ഇയിൽ ഏതെങ്കിലും 2 ലെറ്റേഴ്സ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? എ ബി, എ സി, എ ഡി, എ ഇ, ബി സി, ബി ഡി, ബി ഡി, സി ഡി, സി ഇ, ഡി ഇ, അങ്ങനെ 10 കോമ്പിനേഷൻസ് ഉണ്ടാവും. ഇനി ഓരോ എക്സാമ്പിൾസ് നോക്കാം. ഇവാലുവേറ്റ് 5C2 ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ആൻസർ. 10 ആലിക്ക. 10C8 എന്തായിരിക്കും? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 മൈനസ് 8 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ. അതായത് 45 ആണ് കിട്ടുക. ആൻസർ 45. ഇനി വേറെ പുതിയ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് 100C98 ആൻഡ് 25C25. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ 100 മുതൽ 1 വരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. 100C98 എന്ന് പറയുമ്പോൾ 100 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 100 മൈനസ് 98. അങ്ങനെ 100 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഇൻറ്റു 99 ഇൻറ്റു 98 ഇൻറ്റു 97 ഇൻറ്റു അങ്ങനെ ചെയ്ത് പോകണ്ടേ? അപ്പോൾ അതിന് വേറൊരു ട്രിക്ക് ഉണ്ട്. 100C98 അല്ലേ? അപ്പോൾ നമ്മൾ 100 ഇൻറ്റു 99 ഇൻറ്റു 98 ഫാക്ടോറിയൽ വരെ എഴുതിയാൽ മതി. 98 അല്ലേ ഇവിടെ ഉള്ള സി കഴിഞ്ഞിട്ട്? അപ്പോൾ 98 വരെ എഴുതാം. ഫാക്ടോറിയൽ ഇട്ട് കൊടുക്കാം അവിടെ. ഡിവൈഡഡ് ബൈ 100 മൈനസ് 98 എത്രയാ? 2. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. അത് അതേപോലെ തന്നെ എഴുതാം. ഇൻറ്റു നമ്മൾ എന്താ എഴുതണ്ടേ? 6 അല്ലേ? 6 ഫാക്ടോറിയൽ, അതായത് 98 ഫാക്ടോറിയൽ ഇല്ലേ? അവിടെ 98 ഫാക്ടോറിയൽ തന്നെ എഴുതാം. ഇതിങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ സോൾവ് ചെയ്യുമ്പോൾ ഈ 98 ഈ 98 ഫാക്ടോറിയലും ഈ 98 ഫാക്ടോറിയലും ഈ 98 ഫാക്ടോറിയലും എന്താവും? കട്ട് ചെയ്ത് കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 ഇൻറ്റു 99 എന്താ കിട്ടുക? 9900 ഡിവൈഡ് ബൈ ബാക്കി ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, 2 മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ കിട്ടുക 4950. എളുപ്പമല്ലേ? മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. 6 എത്രയാണോ ഉള്ളത് അത് വരെ എഴുതുക, എന്നിട്ട് 6ൻ്റെ അവിടെ ഫാക്ടോറിയൽ കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇങ്ങനെയാണ് വലിയ എമൗണ്ട്സ് വരുമ്പോൾ നമ്മൾ കോമ്പിനേഷൻ, അതേപോലെ തന്നെ കോമ്പിറ്റേഷൻ ചെയ്യുമ്പോഴും ഇത് ഉപകാരപ്പെടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 25C25 എന്ന് വെച്ചാൽ 10CN ആണ്. മീൻസ് 6ന് പകരം N തന്നെയാണ് അല്ലേ? NCN is equal to 1 എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ 25C25 is equal to 1. ഒറ്റ കോമ്പിനേഷൻ ഉണ്ടാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 3 ഫ്ലവേഴ്സ് ബി ചൂസൺ ഔട്ട് ഓഫ് 8? എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്ലവേഴ്സ് ഉള്ളത് 8 ആണ്. അപ്പോൾ M is equal to 8. ഫ്ലവേഴ്സ് ടു സെലക്ട് ചെയ്യേണ്ടത് 3 എണ്ണമാണ്. അപ്പോൾ R is equal to 3. അപ്പോൾ അതിന് 8C3 എന്ന് പറഞ്ഞാൽ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അതായത് 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ 8 ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ എഴുതണ്ടേ, കുറേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എടുക്കാം. അടിയിൽ ഓൾറെഡി ഒരു 5 ഫാക്ടോറിയൽ ഉണ്ടല്ലോ. അപ്പോൾ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ വരെ എഴുതാം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ? അപ്പോൾ അതിന് വരെ 5 ഫാക്ടോറിയൽ എന്ന് മാത്രം എഴുതാം. ഡിവൈഡഡ് ബൈ അടിയിൽ പിന്നെ ഒരു 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, അതായത് 3 ഫാക്ടോറിയൽ. അപ്പം എന്തായി? നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റി? ഈ 5 ഫാക്ടോറിയലും ഈ 5 ഫാക്ടോറിയലും കൂടി ഇത് കട്ട് ചെയ്ത് കളയാം. അതായത് ഈ 5 ഫാക്ടോറിയലും ഈ 5 ഫാക്ടോറിയലും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റി.
അപ്പം എന്താ ബാക്കി ഉണ്ടാവുക? 8 into 7 into 6 divided by 3 into 2 into 1 ബാക്കി ഉണ്ടാവുള്ളൂ. രണ്ട് ഫാക്ടോറിയൽസ് നമ്മൾ ഒഴിവാക്കിയില്ലേ? 336/6 ആണ് കോമ്പിനേഷൻ. ഇത് ഷോർട്ട് കട്ടാണ്. ഇനി ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ എഴുതി സമയം കളയല്ലേ. 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 എഴുതുക, ഡിവൈഡ് ചെയ്യുക. 5 ഫാക്ടോറിയൽ മുഴുവൻ എഴുതുക, 3 ഫാക്ടോറിയൽ മുഴുവൻ. അതിന് പകരമുള്ളൊരു ഈസി ട്രിക്കാണത്. അടിയിൽ ഏതെങ്കിലും ഒരു ഫാക്ടോറിയൽ കണ്ടാൽ മേലെ ആ ഫാക്ടോറിയൽ വരെ എഴുതിയാൽ മതി. ആ ടേം വരെ എഴുതിയിട്ട് ഫാക്ടോറിയൽ ഇടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3 gentlemen are and 3 ladies are candidates for 2 vacancies. A voter votes for 2 candidates. In how many ways can one cast the vote? എന്നുവെച്ചാൽ അവിടെ കോമ്പിനേഷൻ നോക്കണം. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ കാൻഡിഡേറ്റ്സ് 3 ജെന്റിൽമെനും 3 ലേഡീസും. അതായത് ടോട്ടൽ 6 കാൻഡിഡേറ്റ്സ് ഉണ്ട് അല്ലേ? ഈക്വൽ ടു 6 ആണ്. വോട്ടർ സെലക്ട് ചെയ്യുന്നത് ആ 6ന്ന് 2 ആളെയാണ്. ഓർഡർ ഡസ് നോട്ട് മാറ്റർ. എങ്ങനെയാണെങ്കിലും ആദ്യം ജെന്റിൽമാൻ അല്ലെങ്കിൽ പിന്നെ ലേഡി, ആദ്യം ലേഡി അല്ലെങ്കിൽ പിന്നെ ജെന്റിൽമാൻ, എങ്ങനെയായാലും മതി. സെലക്ട് ചെയ്യാനാവുക. സെലക്ട് ചെയ്യാനുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കോമ്പിനേഷൻ വെച്ച്. ഇപ്പോൾ 6C2 ആണ് ചോദ്യം. 6ന്ന് 2 ആളെ സെലക്ട് ചെയ്യാം. അപ്പം 6C2 എന്ന് പറയുമ്പോൾ എന്താ? 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 2 ഫാക്ടോറിയൽ ഫാക്ടോറിയൽ. ഇതിൽ നമ്മൾ ആ എളുപ്പപ്പണി എങ്ങനെ എടുക്കുക? അടിയിൽ എന്തുണ്ട്? ഒരു 4 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ മേലെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ചെയ്യാം? 6 into 5 into 4 അവിടെ ഒരു ഫാക്ടോറിയൽ ഇട്ട് കൊടുക്കുക. അടിയിലും ഒരു 4 ഫാക്ടോറിയൽ ഉണ്ട്, അത് കട്ട് ചെയ്ത് പോയി. പിന്നെ 2 ഫാക്ടോറിയൽ, അത് 2 into 1, ഇതങ്ങനെ പോട്ടെ. അപ്പം ബാക്കി എന്താ ഉണ്ടാവുക? 6 into 5 divided by 2 into 1, അതായത് 30/2 is equal to 50. 15 വേസിൽ അയാൾക്ക് 15 കോമ്പിനേഷൻസിൽ അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് in how many ways can a committee of 3 women and 4 men can be chosen from 8 women and 7 men? 3 women and 4 men can be chosen from 8 women and 7. ഇത് 2 ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണ്ടേ. എന്നിട്ട് മിക്സഡ് കമ്മിറ്റി ആകുമ്പോൾ നമ്മൾ ഒരു ഫണ്ടമെന്റൽ റൂൾ ഉണ്ട്. കമ്മ്യൂട്ടേഷൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മൾട്ടിപ്ലിക്കേഷൻ ആണ് ആ റൂള്. 2 സെപ്പറേറ്റ് സെലക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ആൻസർ കണ്ടിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 3 വുമൻ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യണം ഔട്ട് ഫ്രം 8 വുമൻ കാൻഡിഡേറ്റ്സ്. അപ്പോൾ വിമന്റെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവുക? 8C3 അങ്ങനെ ഉണ്ടാവുക അല്ലേ? ടോട്ടൽ 8 ഉണ്ട്, അതിൽ 3 ആളെ ചൂസ്. മെന്നിന്റെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവുക? 7C4. ടോട്ടൽ 7 ഉണ്ട്, അതിൽ 4 ആളെ ചൂസ് ചെയ്യാം. ഇപ്പോൾ 2നും 2 ആൻസർ കിട്ടും സെപ്പറേറ്റ്. 56ഉം 35. അപ്പോൾ ഇതിന്റെ 2ന്റെയും കൂടി കോമ്പിനേഷൻ, ടോട്ടൽ കോമ്പിനേഷനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8C3 into 7C4 ആണ്, അതായത് 56 into 35 ചെയ്തതാണ്. അതാണ് റൂൾ കേട്ടോ. when 2 groups are selected independently, multiply the combinations. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 2 സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ സെലക്ടിങ് ബോൾസ് ഫ്രം എ ബാഗ്. അടുത്ത ക്വസ്റ്റ്യൻ. A bag contains 10 white and 5 black balls. 10 white to 5 black. How many ways can we select? Select ആണ് 6 white and 3 black. ഇപ്പോൾ 10 white നിന്ന് 6 white സെലക്ട് ചെയ്യണം, 5 black നിന്ന് 3 black സെലക്ട് ചെയ്യണം. നേരത്തെ പോലെ സെപ്പറേറ്റ് ചെയ്യുക, 2 ഗ്രൂപ്പ്സ് ആക്കുക. 6 white from 10 എന്ന് പറയുമ്പോൾ 10C6 ആണ്. 3 black from 5 എന്ന് പറയുമ്പോൾ 5C3 ആണ്. ഇത് രണ്ടും ചെയ്യുക, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ആൻസർ 2100 കോമ്പിനേഷൻസ്. 2100 വേസ് ആണ്. ഇത്രയാണ് ഇതിന്റെ ബേസിക്സ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. എക്സാമിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കോമ്പിനേഷൻസിന്റെ പ്രാക്ടീസ് ഹിസ്റ്ററീസ് ഇവിടെ കൊടുത്തിട്ട് ഈ സോൾവ് ചെയ്തിട്ട് ആൻസർ എത്രയാണ് ട്രൈ ചെയ്ത് കേട്ടോ.